Hi, all, welcome to AICT, Astrac Institute of Commerce and Engineering Technology. കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ എന്താണ് WBS എന്നും ആക്ടിവിറ്റീസ് എന്നും പഠിച്ചല്ലേ. നമുക്ക് നോക്കാം ഈ വീഡിയോയിലൂടെ എങ്ങനെയാണ് WBSും ആക്ടിവിറ്റീസും പ്രൈമവേരയിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അതിനായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രോജക്റ്റ് ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. അതിന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓപ്പൺ പ്രോജക്റ്റ് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച നമ്മുടെ ആക്ടിവിറ്റീസ് എൻ്റർ ചെയ്യുകയാണ്. പക്ഷേ അത് എൻ്റർ ചെയ്യുന്നതിൻ്റെ മുന്നേ നമുക്ക് വേണ്ടത് WBS ക്രിയേറ്റ് ചെയ്യണം, വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ. അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊജക്റ്റിൽ പോവുക. പ്രൊജക്റ്റിൽ WBS എന്നുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഈ കാണുന്നതാണ് നമുക്ക് WBS ഓപ്പൺ ചെയ്യാറുള്ളത്. നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ WBS ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഈ WBSൻ്റെ ടേബിളിലാണ് നമുക്ക് WBS എൻ്റർ ചെയ്യേണ്ടത്. ഇവിടെ ഉണ്ട് ലേഔട്ട് ഓഫ് WBS എന്നുള്ളത്. പക്ഷേ ഇവിടെ നമുക്ക് WBS കോഡും നെയിമും മാത്രം മതി. ടോട്ടൽ ആക്ടിവിറ്റീസിൻ്റെത് നമുക്ക് ആവശ്യമില്ല. അത് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കോളംസിൽ പോവുക, കസ്റ്റമൈസ്. ഇതിലേതാണോ ആവശ്യമില്ലാത്തത് അത് നമുക്ക് ഒഴിവാക്കാം. WBS ടോട്ടൽ ആക്ടിവിറ്റീസ് നമുക്ക് ആവശ്യമില്ല. അത് ക്ലിക്ക് ചെയ്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പോയിട്ടുണ്ട്. അതിനുശേഷം അപ്ലൈ ഓക്കെ കൊടുക്കുക. അപ്പോൾ അത് ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഉള്ളത് നമുക്ക് WBS കോഡും WBSൻ്റെ നെയിമും മാത്രമാണ് ഇവിടെ ഷോ ചെയ്തിട്ടുള്ളത്. നമുക്ക് WBS ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി റൈറ്റ് സൈഡിൽ കാണുന്ന ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു WBS ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് WBSൻ്റെ നമുക്ക് അതിൻ്റെ പേര് കൊടുക്കാം. നമ്മുടെ ഫസ്റ്റ് WBS സ്റ്റാർട്ടിംഗ് വർക്ക് എന്നുള്ളത് കൊടുത്തു. അപ്പോൾ അടുത്തതിന് വേണ്ടിയിട്ട് നമ്മൾ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ വന്നിരിക്കുന്നത് ഈ സ്റ്റാർട്ടിംഗ് വർക്കിൻ്റെ അണ്ടറിലാണ്. പക്ഷേ നമുക്ക് വരേണ്ടത് ഈ ഒരു വില്ല പ്രൊജക്റ്റിൻ്റെ അണ്ടറിൽ സെയിം ലെവലിലാണ് വരേണ്ടത്. അതിനായിട്ട് നമ്മൾ ഇവിടെ ആരോ കാണുന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സെയിം ലെവലിലാക്കാം. അടുത്തത് എൻ്റർ ചെയ്യാം, ഗാർഡൻ വർക്ക്സ് എന്നുള്ളത്. അതിനുശേഷം അടുത്ത WBS ആഡ് ചെയ്യുക. ലെവല് സെയിം ലെവലാക്കി കൊടുക്കുക. അതിനുശേഷമുള്ളതാണ് വില്ല വർക്ക്. അടുത്തത് ആഡ് ചെയ്യുക, കോമ്പൗണ്ട് വാൾ വർക്ക് എന്നുള്ളത്. അടുത്തത് ഫിനിഷിംഗ് വർക്ക്സ് എന്നുള്ളതും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടല് 5 WBS നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് ആക്ടിവിറ്റീസ് ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് പ്രൊജക്റ്റിൽ ആക്ടിവിറ്റീസ് ഉണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഈ കാണുന്നതാണ് ആക്ടിവിറ്റീസ്. ഇതിൽ ക്ലിക്ക് ചെയ്താലും നമുക്ക് ആക്ടിവിറ്റീസ് വിൻഡോയിൽ പോവാം. അതുപോലെ നമ്മളിത് ഓൾറെഡി ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആക്ടിവിറ്റീസ് ഓപ്പൺ ചെയ്യുക. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും നമുക്ക് കാണാം. ഇതുപോലെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് റീഫ്രഷ് ചെയ്യണം. ചില സമയങ്ങളിൽ അത് ഓർഡർ കറക്റ്റ് അല്ലാതെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റീഫ്രഷ് ചെയ്യുക. നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ ചെയ്യുന്നത് പോലെ ഫയൽസിൽ റീഫ്രഷ് എന്ന ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക. അടുത്തതായിട്ട് ആക്ടിവിറ്റി ആഡ് ചെയ്യുക. റൈറ്റ് സൈഡിലുള്ള ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആക്ടിവിറ്റി ഇവിടെ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇതുപോലൊരു ടേബിളാണ് ഓപ്പൺ ആയി വരിക. ഈ ടേബിളിൽ നമ്മൾ ആക്ടിവിറ്റി നെയിം എൻ്റർ ചെയ്യുക. സൈറ്റ് പ്രിപ്പറേഷൻ എന്നുള്ളത് എൻ്റർ ചെയ്തു. അതിനുശേഷം നെക്സ്റ്റ് കൊടുത്തു വിടുക. ഇതിൽ ഫുള്ളായിട്ട് നെക്സ്റ്റ് നമ്മൾ കൊടുത്തു വിടുക, ടാസ്ക് ഡിപ്പെൻഡൻ്റ് കാര്യങ്ങൾ. അതിനുശേഷം നമുക്ക് ഈ ഒരു ഒരുപാട് ആക്ടിവിറ്റീസ് എൻ്റർ ചെയ്യാനുണ്ട്. അടുത്തതിൽ ഇതുപോലെ ഈ ഒരു വിൻഡോ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ താഴെ കാണാൻ നമുക്ക് ഡു നോട്ട് ഷോ ദ വിസാർഡ് അഗെയിൻസ്റ്റ് എന്നുള്ളത് ടിക്ക് ചെയ്തതിന് ശേഷം മാത്രം ഫിനിഷ് കൊടുക്കുക. ഫിനിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ ആക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു വിൻഡോ ഓപ്പൺ ആയി വരില്ല. നമ്മൾ ഗാർഡൻ വർക്കിൻ്റെ ആക്ടിവിറ്റി എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്തതായിട്ട് റൈറ്റ് സൈഡിൽ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഗാർഡൻ വർക്ക് എന്നുള്ളത് ആക്ടിവിറ്റി എൻ്റർ ചെയ്യുക. ഇത്തരത്തിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത WBSൻ്റെ അണ്ടറിൽ വരുന്ന എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഫിനിഷിംഗ് വർക്ക്, MEP വർക്ക്, അതുപോലെ അടുത്ത വർക്കാണ് ഹാൻഡ് ഓവർ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസും ഇതിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് പ്രൊജക്റ്റ് ID ഉണ്ട്. പ്രൊജക്റ്റ് ID ഞാൻ ഇത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അത് വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കൂടുതലായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നോക്കാം.